സുഭാഷ് ചന്ദ്ര, പിടിയും കോഴിയും കഴിച്ചിട്ടുണ്ടോ? പിടിയും കോഴിയും കഴിച്ചിട്ടുണ്ട്. പിടിയും ബീഫും കഴിച്ചിട്ടുണ്ട്. പിടിയും പ്രോൺസ്. പിടിയും പ്രോൺസും കഴിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ പിടിയും പ്രോൺസും കഴിച്ചാലോ? യെസ്. ഞാനിപ്പോൾ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായോ? ചുമ്മാ ഈ ഫോണും കുത്തിക്കൊണ്ടിരിക്കാതെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണ്. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് നല്ല പൊളപ്പൻ കൊഞ്ച്. എന്തോന്ന് കൊഞ്ച്? പൊളപ്പൻ കൊഞ്ച്. ഇനി ഈ കൊഞ്ചിനെ നമുക്കൊന്ന് ഉടുപ്പിച്ചേർക്കണം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഫിഷ് മസാല വേണം കിട്ടാൽ മതി, എനിക്ക് വേണം. ഇത്തിരി മല്ലിപ്പൊടി. ഇത് പേരട്ടി ഇറക്കണം. പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനി ഈ ഉടുപ്പിച്ച കൊഞ്ചിനെ നമുക്കൊന്ന് പൊരിപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് വെന്തും മൊരിഞ്ഞൊന്നാകുമ്പോൾ ഇതിനെ അങ്ങോട്ട് പെറുക്കി മാറ്റാം. വെള്ളം ഒന്ന് വയ്ക്കണം. കൊഞ്ചിൻ്റെ തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞൊക്കെ മതി. അതിനെ ഞാൻ പെറുക്കി മാറ്റും. അതേ പാനിൽ ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ചിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, എരിയുള്ള 3 പച്ചമുളക്, കടുവറേ നന്നായിട്ട് മൊരിഞ്ഞ് സ്മെല്ലൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളി അങ്ങിടുക. അരിഞ്ഞ് വെച്ച് സ്ക്വയറാണ് ഉദ്ദേശിച്ചത്, പക്ഷെ സ്ക്വയറൊന്നും ആയിട്ടില്ല. തിരക്കിനിടയിൽ അവരിടയ്ക്ക് പിടി സെറ്റാക്കി. അത് വേകുന്നുണ്ട്. ഉള്ളി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും ഇതിലും ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇതിനൊരു ഏസ്തറ്റിക് മണം കിട്ടാനായിട്ട് ഏലക്ക, പിന്നെ കുരുമുളക് പൊടി. വീണ്ടും അതിനെല്ലാം കൂടി ചേർത്ത് കടുവറേ നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഒരു തക്കാളിയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം ഒന്ന് നല്ലപോലെ വഴണ്ട് വരുമ്പോൾ നമ്മുടെ പൊരിച്ച് വെച്ചേക്കുന്ന പൊളപ്പൻ കൊഞ്ചിനെ ഇതിനകത്തോട്ടങ്ങ് ഇട്ടാം. എന്നിട്ട് നൈസായിട്ട് ഇളക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പൊളപ്പൻ കൊഞ്ച് പിടിഞ്ഞു പോകും. കൊഞ്ചിനെ നോവിക്കാതെ സോഫ്റ്റായിട്ട് ഇളക്കാൻ ശ്രമിക്കണം. അപ്പോഴേ എല്ലാം മസാലയും അതിലോട്ട് പിടിക്കത്തുള്ളൂ. കൊഞ്ച് ചത്തുപോയില്ലേ, പിന്നെ എന്താണ് വേദനിപ്പിച്ച കുഴപ്പം? ചിലപ്പോൾ കൊഞ്ച് വയറ്റിൽ പോയിട്ട് പ്രതിഷേധിച്ചാലോ എനിക്ക് വയറിളക്കം വരും. എൻ്റെ പൊളപ്പം കൊഞ്ചൊരു സെറ്റായി. ഇനി ഇതിൻ്റെ ഉപ്പും ഒക്കെ പാകമാണോന്ന് അറിയാൻ എൻ്റെ ടെസ്റ്റർ കിറ്റോ ഇതിൽ ഉപ്പുണ്ടോന്ന് നോക്കാം. അങ്ങനെ ടെസ്റ്ററിന്റെ അഭിപ്രായം മാനിച്ച് ഇച്ചിരി ഉപ്പിട്ടൊക്കെ സെറ്റാക്കിയ നമ്മുടെ കൊഞ്ചിനകത്തോട്ട് നമ്മുടെ ഫൈനൽ ടച്ച് പിടിയെ ഞാനകത്തോട്ടിട്ടു. ഈ പിടിയും കൊഞ്ചും കൂടെ ഇളക്കി മറിച്ച് കുഴയാക്കുക. പിടി ഇങ്ങനെ കറുത്തിരിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇത് നല്ല ഹെൽത്തി പിടിയാണ്, റാഗി പിടിയാണ്. യെസ്. നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഇനി ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് സെറ്റായിട്ടുണ്ട്. അതിൽ കുറച്ച് അലങ്കാരപ്പുണ്ട്. ഇത്തിരി കോക്കനട്ട് ഓയിൽ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് അലങ്കാരത്തിനായി, കുറച്ച് കൊരിയേണ്ടർ. യെസ്. അപ്പം നമ്മുടെ പൊളപ്പൻ പിടിയാൻ കൊഞ്ച് സെറ്റ്. നമുക്ക് കൊഞ്ചൻ പിടി ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. Of each land, the sound of the waves lapping on the beach is like a pleasant melody, soothe my heart's troubles
Windows down with the wind in my hair, I feel so free. Oh, it's the smell of summer. My summer trip. Take me away, all worries to a place where my heart